എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മൾ വന്നേക്കണതേ ഈ പൈപ്പിൻ്റെ കഷ്ണം വെറുതെ അവിടെ കിടന്നതാണ് കേട്ടോ. പൈപ്പിൻ്റെ കഷ്ണം ഈ പോട്ടും കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ പോട്ടൊന്ന് കഴുകിയെടുത്തു. ഉള്ളു നന്നായിട്ട് കഴുകിയുള്ള പുറം നന്നായിട്ട് കഴുകിട്ടോ. ഉള്ളു കുറച്ച് കഴുകിയിട്ടുള്ളൂ. പിന്നെ മണ്ണ് നമ്മൾ ചെടി നട്ടാർന്നിട്ട് ഇരുന്നതാണ് കേട്ടോ. ചെടി മാറ്റിയിപ്പോൾ ഇടുന്നതാണ്. അപ്പോൾ ഒരുവിധം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെറുതെ കിടന്നതാണ് കേട്ടോ. ഉപയോഗമില്ലാണ്ട് കിടന്നതാണ്, പൈപ്പ് മുറിച്ച് കളഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് 2 പ്ലാന്റ് ഒരുമിച്ച് ഒരു ചട്ടിയിൽ പ്ലാന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ ദേ നമ്മളിടല്ലോ 2 കാര്യം കേട്ടോ. അപ്പം നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യാണിപ്പോൾ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ട് 2 ഗുണം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ചെടി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്ത് തിക്കായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. വലുതായത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ചെയ്യാൻ പോണ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വന്ന് നമ്മൾ വെട്ടിയെടുത്തതാണ് കേട്ടോ. വെട്ടി കളയണതിന് പകരം നമുക്ക് വെട്ടി ഒരു പ്ലാന്റ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പ്രൂൺ അങ്ങനെ വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മൾ നട്ടില്ലെങ്കിലും ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലാന്റ് കേട്ടോ നമ്മൾ നടാൻ പോണേ. ഉണ്ടോ, ഈ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ നടന്ന നേരത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് പോട്ടി മിക്സ് സാധാരണ പോലെ തന്നെ ചകിരിച്ചോറ്, മണൽ, പിന്നെ മണ്ണിൽ കുമ്മായൊക്കെ ഇട്ട് നമ്മൾ ട്രീറ്റ് വെച്ചാണ് മണ്ണാണ് കേട്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് സൂപ്പർ മീൽ, ഞാൻ കുറച്ച് സൂപ്പർ മീൽ മേടിച്ചത് കേട്ടോ. അത് നല്ല വളമാണ്, എല്ലാം കൂടി മിക്സ് ചെയ്താണ്. അപ്പോൾ നമ്മളിത് ഇത്തിരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിനകത്ത് ഒരുപാട് വേണ്ട, ഒരു പിടി മതി കേട്ടോ. സൂപ്പർ മീൽ ഒരു പിടി ഇട്ട് കൊടുക്കാണ്. എല്ലാ വളോടും ചേർന്നതാണ് കേട്ടത്. മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടല്ലോ നമ്മൾക്ക് ഈ പോട്ടിൽ നമുക്ക് മണ്ണ് നിറയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്കുണ്ടല്ലോ ഇതിനകത്ത് മണ്ണ് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് മണ്ണ് നിറയ്ക്കാൻ പോവാണ്. അതിനെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അതിന് കല്ലിട്ട് കൊടുക്കാം കേട്ടോ, ഹോളടയാണ്ട്. കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണിന് നനവുണ്ട് കേട്ടോ, നല്ലതായിട്ട് മഴക്കാലം ആയതുകൊണ്ട് നനവുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ പൈപ്പ് വെച്ചാൽ മതി കേട്ടോ. നമ്മളിനി ചട്ടിയിൽ അത്യാവശ്യം ഇട്ടുണ്ട് കേട്ടോ. നമ്മളിനി പൈപ്പിലേക്ക് ഇട്ടോളണം കുറച്ച്. അപ്പോൾ നമ്മൾ പൈപ്പിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിക്കകത്തും മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ചെയ്യാൻ പോണത് ഇതിനകത്ത് നമ്മൾ ചെടി നട്ടു കൊടുക്കാം കേട്ടോ. അതിനകത്ത് നമ്മൾ നട്ടുകൊടുക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളോട് തൂക്കിയിട്ടാർന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അത് തൂക്കിയിട്ടാർന്നാണ്. അപ്പോൾ ഇത് കുറേ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ എടുക്കാം, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കട്ട് ചെയ്യാണ്. നമ്മളിത് ചട്ടിക്കകത്ത് നട്ടു കൊടുക്കാം കേട്ടോ. അടുപ്പിച്ച് നമ്മൾ കുത്തി കൊടുക്കുക, നല്ല തിക്കായിട്ട്. നല്ല തിക്കായിട്ട് വരുമ്പോഴാണ് ഇത് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ദേ നമ്മൾ താഴത്തെ അതിനകത്ത് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചപ്പുണ്ട്. ഇനി ഇത് പിടിച്ചു വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ മുകളിൽ നടാട്ടോ. മുകളിൽ നമ്മൾ നടന്നത് ഈ റൂബി പ്ലാന്റാണ് കേട്ടോ. റൂബി പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാം. ഒത്തിരി നീളത്തിൽ നടണ്ട കേട്ടോ. അടിയിൽ പച്ചയും മുകളിൽ ഇങ്ങനെ റെഡ് പോലെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും നമ്മളിങ്ങനെ ഈ ചെടിയോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർക്ക് തമാശയായിട്ട് തോന്നാം, പക്ഷേ ചെടിയെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മളിത് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഇതിങ്ങനെ തന്നെയാണ് എല്ലാവരും. ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെടികൾക്ക്. അപ്പോൾ പുതിയ പുതിയ ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. ഇതുണ്ടല്ലോ, ഇച്ചിരി വലിയ പൈപ്പാണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ. കാരണം കൂടുതൽ തിക്കായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇച്ചിരി വലിയ ചട്ടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇത്രയുള്ള ഒരു പൈപ്പാണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. വലിയ പൈപ്പ് എനിക്ക് ഇതിനും വണ്ണമുള്ള പൈപ്പ് ഉണ്ടായിരുന്നില്ല. വണ്ണമുള്ള പൈപ്പ് ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. അത് എടുത്തോളൂ കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ദേ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 പ്ലാന്റ് അടിയിൽ ഇങ്ങനെ പച്ചയും മുകളിൽ ഇങ്ങനെ റെഡ് പോലെ റൂബി പ്ലാന്റ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ഇത് വളർന്ന് വരും കേട്ടോ. വളർന്ന് വരുമ്പോൾ നല്ല ഇങ്ങനെ ബോൾ ഷേപ്പിൽ ഇവിടെയും വരും. ഇവിടെ നല്ല ഒപ്പം വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഐഡിയ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം കേട്ടോ.